ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ 9ാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്ന ആളുകൾക്ക് ഇന്ന് രാത്രി 10 മണി വരെ കിട്ടിയ വോട്ട് വിവരങ്ങൾ എത്രയാണെന്ന് ഇവിടെ പരിശോധിക്കുകയാണ്. ഏകദേശം 8 ആളുകളാണ് നമ്മുടെ എവിക്ഷൻ ലിസ്റ്റിൽ വന്നത്. ഇതുപോലെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് വോട്ട് അപ്ഡേറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അനുമോള്, നൂറ, ലക്ഷ്മി, ജിസേൽ അടക്കമുള്ള വൻ താരങ്ങൾ അണിനിരുന്ന എവിക്ഷൻ ലിസ്റ്റിൽ പതിവ് പോലെ തന്നെ പ്രേക്ഷക പിന്തുണ നേടി 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് നമ്മുടെ അനുമോളാണ്. അനുമോളുടെ വോട്ട് 50,000 കടന്ന് 52,300 എത്തി നിൽക്കുക. അനുമോളെ വെല്ലാൻ ഈ ലിസ്റ്റിൽ ആർക്കും സാധിക്കില്ല എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്ന പെർഫോമൻസാണ് അനുമോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 52,300 വോട്ടുകളുടെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അനുമോൾക്ക് വെല്ലുവിളിയായി 42,000 വോട്ടുകളുടെ കൂടി നൂറ 2ാം സ്ഥാനത്തുണ്ട്. നൂറയും ഈ പറഞ്ഞ പോലെ ശക്തമായ രീതിയിലുള്ള കോമ്പറ്റീഷൻ കാഴ്ചവെക്കുന്നുണ്ട്. കാര്യം ആദില കൂടി എവിക്ഷൻ ലിസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ നൂറയുടെയും ആദിലയുടെയും വോട്ട് ചെറുതായി സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നൂറ ഇതുവരെ 42,000 വോട്ടുകൾ നേടി എന്നുള്ളത് ആശാവഹമായ കാര്യമാണ്. 3ാം സ്ഥാനത്ത് ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത് 40,000 വോട്ടാണ്. ലക്ഷ്മിയും ഈ പറഞ്ഞ പോലെ ഈ ഒരു ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും ഒരു കണ്ടന്റ് കൊടുത്തില്ലെങ്കിൽ പോലും ആ ലക്ഷ്മിയുടെ ആ വോട്ട് ബേസിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 40,000 വോട്ടുകൾ നേടി ലക്ഷ്മിയും നമ്മുടെ 3ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. 4ാം സ്ഥാനത്ത് ജിസേന് കിട്ടിയിരിക്കുന്നത് 37,560 വോട്ടാണ്. ജിസേൻ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈ ആര്യനുമായിട്ടുള്ള കോംബോ പിടിച്ചതും തുടക്കത്തിൽ ഗ്രൂപ്പിൻ്റെ പിടിയിൽ വീണതും ജിസേന് തിരിച്ചടിയായി എന്ന് വേണം കരുതാൻ. എങ്കിലും 37,560 വോട്ടുണ്ട്. 5ാം സ്ഥാനത്തുള്ള നെവിന് കിട്ടിയിരിക്കുന്നത് 34,000 വോട്ടാണ്. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ നെവിൻ ഒരു എൻ്റർടൈനറാണ്. അല്ല, നെവിൻ ഒരു ഭയങ്കരമായ ആർമിയോ അല്ലെങ്കിൽ ഫാൻ ബേസോ ഒന്നുമില്ല. എങ്കിലും നെവിനുള്ള ഹേറ്റേഴ്സിൻ്റെ അളവ് കുറവാണ്. നെവിൻ അവിടെ നിന്നാൽ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള തമാശകൾ കേൾക്കാമെന്ന് വിചാരിച്ച് വോട്ട് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ആദിലയാണ് നെവിൻ കഴിഞ്ഞാൽ 29,800 വോട്ടുകളുമായി 6ാം സ്ഥാനത്ത് നിൽക്കുന്നത്. നൂറ കൂടി വന്നതുകൊണ്ട് തന്നെ ആദിലയുടെ വോട്ടും നൂറയുടെ വോട്ടും സ്പ്ലിറ്റ് ആവുന്ന നേരത്തെ സൂചിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദിലയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 29,800 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. 7ാം സ്ഥാനത്തുള്ള ആകാശ് സാബുമാന് കിട്ടിയിരിക്കുന്നത് 25,600 വോട്ടാണ്. ഡേഞ്ചർ സോണിലാണ്. ഡബിൾ എവിക്ഷനാണ് നടക്കുന്നതെങ്കിൽ സാബുമാൻ ബിഗ് ബോസ് വീട്ടിനോട് വിട പറയാനുള്ള എല്ലാ ചാൻസസും കൂടുതലാണ്. കാര്യം ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല. പുള്ളിക്കാരൻ വെറുതെ നിൽക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു എന്നല്ലാതെ വേറെ ഒരു കണ്ടന്റ് കൊടുക്കുന്നില്ല. ഏറ്റവും അവസാന സ്ഥാനത്തുള്ള ഒനിയൽ സാബുവിന് കിട്ടിയിരിക്കുന്നത് 23,400 വോട്ടാണ്. 8ാം സ്ഥാനത്താണ്. ഈ ആഴ്ച എവിക്ഷൻ ഉണ്ടെങ്കിൽ പുറത്ത് പോകാൻ മോസ്റ്റ് പ്രോബബ്ലി ചാൻസ് കൂടുതൽ നമ്മുടെ ഒനിയൽ സാബുവിനാണ്. തീരെ വോട്ടില്ല, ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല. ഇതിന് മുമ്പേ പുള്ളി പോകേണ്ടതായിരുന്നു. പുള്ളിക്ക് മുമ്പേ ഡിസർവിങ് അല്ലാത്ത പല ആളുകളും പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇതാണ് ഇപ്പോൾ വോട്ടിൻ്റെ സ്റ്റാറ്റസ്. ഇതനുസരിച്ചാണെങ്കിൽ അനുമോളും നൂറയൊക്കെയാണ് ടോപ്പിൽ നിൽക്കുന്നത്. ഏറ്റവും താഴെ നിൽക്കുന്ന 2 ആളുകളെന്ന് വെച്ചാൽ ഒനിയൽ സാബുവും സാബുമാനുമാണ്. ഇവർ രണ്ടുപേരുമായിരിക്കും ഈ ആഴ്ച എവിക്ഷൻ ആവാനുള്ള പോസിബിലിറ്റി കൂടുതൽ. ആദിയുടെ കാര്യവും ഡേഞ്ചർ സോണിലാണ്. ഇതിൽ ആരാണ് പുറത്താവുന്നത് നമുക്ക് വെള്ളിയാഴ്ച രാവിലെ അറിയാൻ സാധിക്കും. അത് മാത്രമല്ല, ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് വോട്ടിംഗ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ മല്ലു സ്പീക്ക് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.